ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്നുള്ള സിനിമയുടെ ഒരു അനലൈസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് പടമാണ്. ഒരു ഫൺ റൈഡ് എന്നൊക്കെ പറയത്തില്ലേ, വന്നവരും പോയവരും ഒക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പടത്തിൻ്റെ അകത്തുള്ളത്. ഉള്ള കഥാപാത്രങ്ങളെല്ലാം നല്ല കിണ്ണം കാച്ചി കഥാപാത്രങ്ങളാണ്. അതിനകത്ത് തന്നെ മെയിനായിട്ട് പറയേണ്ടത് ആദ്യമേ പരാമർശിക്കേണ്ട ആളാരെന്നറിയോ? സുരേഷ് കൃഷ്ണയാണ്, കൺവിൻസിങ് സ്റ്റാർ. ഇങ്ങേരെ ജസ്റ്റ് വെറുതെ വന്ന് നിന്നാൽ മതി, ഓക്കെ, ഡയലോഗ് പറയുക പോലും വേണ്ട. അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പുള്ളി വായിന്ന് പറയുന്ന ഓരോ ഡയലോഗും ഇതിനകത്ത് മാസീവ് സാധനമാണ്. ഐ മീൻ മാസീവ് ഇൻ ദ സെൻസ് ഹ്യൂമർ സെൻസ് ആണ്, ഫുള്ള് ഹ്യൂമറാണ്. ഇങ്ങേരുടെ തന്നെ കുറേ റെഫറൻസുകളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ. ഇദ്ദേഹം തുടക്കം സിനിമയിലെ ലാലേട്ടനെ അനുകരിക്കാനായിട്ട് ചാടുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് സ്പോയിലർ ആയതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല, ബട്ട് കിട്ടില്ല സാധനങ്ങളാണ്. ഓക്കെ, നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് ഈ പടം നോക്കിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തോ. ഐ മീൻ ഹ്യൂമറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സെറ്റാണ്, വർക്കാണ്, എല്ലാ സാധനവും നല്ല രീതിയിൽ വർത്തായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൽ മറ്റ് കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ JK ഉണ്ട്, പ്രേമലുവിലെ ആ റെഫറൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ JK ഉണ്ട്. അതുപോലെ തന്നെ ഓഫീസിലുള്ള മെയിനായിട്ട് ഇന്ന് ഡയലോഗ് അടിക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, മമിതയോട്, ആ പുള്ളിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഗീത് പ്രതാപുണ്ട്. എല്ലാ ആളുകളും ആ ലൈനപ്പിനകത്തുണ്ട്. JKയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി കുറേ ആക്ടിങ് സ്റ്റഫ് ഇതിനകത്ത് ഇടുന്നുണ്ട്. കുറേ ആക്ടിങ് വെച്ചുള്ള ഗിമിക്സ്, കാര്യങ്ങൾ, ഓട്ടം ചാട്ടം, ഇങ്ങനെ പുള്ളിക്ക് ഇതൊക്കെ പറ്റുമായിരുന്നോ എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന തരത്തിൽ കുറേ സാധനമുണ്ട്. പുള്ളി ഇതിനകത്ത് ഓട്ടം തുള്ളലോ അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ വെച്ചിട്ട് പുള്ളി കുറേ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് പടത്തിനകത്ത് വർത്തായിട്ട് കുറേ ചെയ്യാനുള്ള പാർട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റ് കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞത് നമ്മുടെ നിവിൻപോളിയുടെ കാര്യമാണ് പറയാൻ വരുന്നത്. നിവിൻപോളി ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചായൻ, തനി അച്ചായൻ. കോട്ടയം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ, അല്ല വേറെ ഏതെങ്കിലും ജില്ലകളിലൊക്കെ നമ്മൾ കേരളത്തിൽ പൊതുവെ കണ്ടുവരാറുള്ള ഒരു തനി ക്രിസ്ത്യൻ അച്ചായനുണ്ടല്ലോ, ആ ഒരു അച്ചായനാണ് നിവിൻ പോളിൻ്റെ അകത്ത്. പക്ഷെ പുള്ളി അതിൻ്റെ അകത്ത് ശരിക്കും ജീവിക്കുകയാണ്. ഐ മീൻ ലിറ്ററലി പുള്ളി ആക്ട് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, വളരെ മിനിമലായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി ഇടുന്നുള്ളൂ. പുള്ളി റിയലിസ്റ്റിക് ആയിട്ട് ഒരു അച്ചായൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതും ആ ഒരു ഇമ്മച്യൂരിറ്റി പരിപാടി ഉണ്ടല്ലോ, അച്ചായന്മാരുടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടേതായിട്ടുള്ള ഒരു കുറച്ച് നാണം, ഷൈനസ് പരിപാടികളൊക്കെ ഉണ്ടാവും. ആ സാധനങ്ങൾ ഒരത്തെ എടുത്തിട്ടാണ് നിവിൻ പോളി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ പക്ക റിയലിസ്റ്റിക്, വേറെ ഒന്നും ആക്ടിങ് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് ഇല്ല. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ മറ്റൊരു കഥാപാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ മമിത ബൈജു ആണ്. മമിത ബൈജു സിംപ്ലി ഏറ്റവും ലോവർ ആയിട്ടുള്ള ലെവലിൽ നിന്നിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഐ മീൻ നമുക്കറിയാം കോളിവുഡിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ടോളിവുഡിലൊക്കെ ഭയങ്കര ആക്ട്രസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നടിയാണിപ്പോൾ മമിത ബൈജു. പക്ഷെ പുള്ളിക്കാരത്തി ഇതിനകത്ത് അതിൻ്റെ ഒരു താരപരിവേഷം എടുത്തിട്ടല്ല ആക്ട് ചെയ്തിട്ടുള്ള. സിമ്പിളായിട്ടൊരു സാധാരണ ക്രിസ്ത്യൻ പെൺകുട്ടി, എല്ലാ ഒരു ചെറിയ കുടുംബത്തിലെ പശ്ചാത്തലത്തിൽ ജീവിച്ചു വരുന്ന ഒരാളെ അതേപടി കാണുകയാണ്. വേറെ പുറമേടിയ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു കഥാപാത്രത്തിനെ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു ആക്ടിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മറ്റ് സൈഡ് കഥാപാത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത്. ചെറിയ റോളുകൾ ചെയ്യുന്നവർ വരെ സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഐ മീൻ ഹ്യൂമറാണ് മെയിൻ, ഹ്യൂമർ വെച്ചിട്ടുള്ള കളികളാണ്. നമ്മുടെ ഗിരീഷ് ഷേഡിയുടെ കാര്യം അറിയാലോ, പുള്ളി ആ എഴുത്തിൽ തന്നെ അത് സെറ്റാക്കി വയ്ക്കും. ആ ഒരു സാധനം അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രേമലുവിനെ റെഫറൻസ് പോലെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മറ്റവിടത്ത് UK ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു രാജ്യമാണ്, മാതിരി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഒരുപാട് നല്ല വിഷ്വൽസ് പരിപാടികളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. ഓക്കെ, ഇവർ ട്രിപ്പ് പോകുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിനിടയിൽ വിനയ് ഫോർട്ട് ഉണ്ട്. ഓക്കെ, വിനയ് ഫോർട്ടാണ് ഏറ്റവും ഫണ്ണി കോമഡി. വിനയ് ഫോർട്ടിൻ്റെ കുറേ സാധനമുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. ബട്ട് പുള്ളിക്കെട്ടുള്ളത് പണി, ഐ മീൻ കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പുള്ളി സെറ്റാണ്. ഇങ്ങനെ വന്നവരും പോയവരെല്ലാം ഒരു സെറ്റ് ലൈനിൽ പോകുന്ന ഒരു പടമായിട്ടാണ് പേഴ്സണലി ഈ പടം എനിക്ക് അനുഭവപ്പെട്ടത്. റൊമാൻസ് മാത്രമൊന്നുമല്ല കേട്ടോ. റൊമാൻസിൻ്റെ അകത്ത് ജസ്റ്റ് ക്രിഞ്ചടിപ്പിക്കുന്ന അങ്ങനത്തെ പരിപാടി അതൊന്നും ഇല്ല. ഓക്കെ, ഗിരീഷയുടെ ലൈൻ അറിയാലോ, റൊമാൻസ് എടുക്കും പുള്ളി, പക്ഷെ അത് ക്രിഞ്ച് എടുക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ബേസ് ലെവലിൽ പുള്ളി സൂപ്പറായിട്ട് കാണിക്കും. ഈ ഒരു പടത്തിൻ്റെ അകത്ത് അങ്ങനെ തന്നെയാണ്. ക്രിഞ്ചൊന്നുമില്ല, നോ ക്രിഞ്ച് പ്രതീക്ഷിച്ച് പോവുകയാണ് വേണ്ട. പക്ക റൊമാൻസ് എന്ന് പറഞ്ഞാൽ പോലും വളരെ നമുക്ക് ഒറിജിനലി സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടേ പുള്ളി ചെയ്യുള്ളൂ. പക്ഷെ അത് ഹ്യൂമർ വരും നല്ല രീതിയിൽ. ആ ഒരു ഹ്യൂമർ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പുള്ളിക്ക് പറ്റും. ഇതാണ് അതിൻ്റെ അകത്ത് മെയിൻ സംഗതി. ഒരു കഥ ആദ്യം ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഒരുപാട് സസ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അത് നല്ല രീതിയിൽ അങ്ങ് കൊണ്ടുവച്ചിട്ട് നിർത്തുകയാണ്. ആ ഒരു നിവിൻ പോളി മമിത ബൈജു തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആക്കുന്ന രീതിയിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മളപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ കോമഡിയൊക്കെ തീർന്നോ? നോ, നത്തിങ്.
ബിസിനസ് ഓൺലി സ്റ്റാർട്ട്സ്. ഓക്കെ, പിന്നെ അങ്ങോട്ട് മാലപ്പടക്കം പോലത്തെ പരിപാടികളാണ്. സുരേഷ് കൃഷ്ണയുടെ മെയിൻ ഇപ്പോൾ കുറേ പരിപാടികളുണ്ട്. സോ അങ്ങനെ ആകെ മൊത്തം ഞാൻ നോക്കിയിട്ട് സുരേഷ് കൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ പടം കാണാൻ പോകാം. നമ്മളുണ്ട്, ഹ്യൂമർ സാധനമാണ്. സോ ഒക്കെയാണ് പടത്തിൻ്റെ അവസ്ഥ. കിടിലം പടമാണ്, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള ഉണ്ട് ഈ ഒരു പടം.